ടെംപ്റ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വെജിറ്റേറിയൻസിന് അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു കിഡിലെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഇതൊരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് ബേബി കോൺ ഒന്ന് ഉപ്പിട്ട് പുഴുങ്ങി വെക്കണം. ഒരു 5-6 വിസിലെങ്കിലും കേൾപ്പിക്കണം കേട്ടോ. ഞാനിതിപ്പോൾ ഒരു 6 വിസിലോളം കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളേ. ഇനി കുറച്ച് സാധനങ്ങൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ചീനിച്ചട്ടിയിലേക്ക് 4 വറ്റൽ മുളകും 1 പിരിയൻ മുളകും കൂടി ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും മല്ലി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1.5-2 ടേബിൾ സ്പൂണോളമൊക്കെ വരും. ഞാനിപ്പോൾ ഒരു കൈക്കണക്കാണ് ഇട്ടേക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വളരെ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. അപ്പം മുഴുവൻ കുരുമുളകാണ്. കുരുമുളകിൻ്റെ ഒരു കുത്തലും ഫ്ലേവറും മുമ്പേ ആവരുത്, കുറച്ച് മതി കേട്ടോ. അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാമേ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ. അപ്പം ഞാനിപ്പം ഏകദേശം 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 3-4 ആയിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നുറുക്കി ഇട്ട് കൊടുക്കാം. എങ്കിൽ മാത്രമേ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടത്തുള്ളൂ. ഇങ്ങനെ മുഴുവനെ ഇട്ട് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കിടക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്കിതേപോലെ മുറിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യേ. ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കുഞ്ഞ് വെളുത്തുള്ളി, ഒരു തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു റെസിപ്പി ആയിരുന്നു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യുമിൻ സീഡില്ലേ, ചെറിയ ജീരകം, അതൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാമേ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ തീ എന്ന് പറയുന്നത് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് കേട്ടോ. തീ കൂട്ടരുത്, എങ്കിൽ മുളകൊക്കെ അപ്പാടെ കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഫെന്നൽ സീഡില്ലേ, പെരിഞ്ജീരകം, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും കൂടി ചേർക്കുമ്പോഴല്ലേ ആ പൊടിക്ക് നല്ലൊരു മണം കിട്ടേ. നല്ലോണം മൂത്ത് എടുക്കരുത്, കാരണം മല്ലി മൂത്ത് പോകും. മുളക് പിന്നെ ആ ഒരു കളർ മാറിയിട്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആയിപ്പോകും കേട്ടോ. ചെറിയ തീ തന്നെ മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതെല്ലാം കൂടി വേറൊരു കുഞ്ഞ പ്ലേറ്റിലേക്ക് വാങ്ങി വയ്ക്കാം. തണുത്തതിന് ശേഷം പൊടിച്ച് അരച്ചെടുക്കണം. അതേ ചീനിച്ചട്ടിയിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 സവാളയില്ലേ, ഇതുപോലെ ഒന്ന് കൊത്തി എരിഞ്ഞിട്ട് കൊടുക്കണേ. അപ്പം ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടാനും പിന്നെ ഉപ്പൊക്കെ ഉള്ളിൽ പിടിച്ച് കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. അപ്പം ഉപ്പ് വെള്ളമോ അല്ലെങ്കിൽ പൊടിയോ പരലോ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി. ഇനി ഒന്നും കൂടി നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരു 3 ഏലക്കയും 3 ഗ്രാമ്പും 3 ചെറിയ കഷ്ണം തക്കോലവും പിന്നെ ഒരു പട്ടയില്ലേ, ഒരു 1/2 ഇഞ്ച് നീളമൊക്കെ മതി കേട്ടോ. പട്ടയുടെയും ഒരു കുത്തൽ മുഴുവൻ തോന്നരുത് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ചിട്ടാൽ മതി. ഇനി നല്ലോണം ഇളക്കി വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പം പിന്നെ ബേബി ടൊമാറ്റോയാണ് ചേർത്തേക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ വലിയ ടൊമാറ്റോ ഇല്ല, അതിങ്ങനെ മുറിച്ചിട്ട് കൊടുത്താലും മതി. അപ്പം ഇവിടെ ആണെങ്കിൽ ഇതേപോലെ കറിയൊക്കെ വെക്കുമ്പം തക്കാളിയുടെ ഒരു ഫ്ലേവർ മുമ്പ് നിൽക്കുന്നത് ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. പുളിയാന്ന് പറയേ, അതുകൊണ്ട് ഞാൻ കുറച്ചാണ് ചേർത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്കിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ, അതിൻ്റെ ഒരു കുത്തൽ മാറാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബേബി കോൺ പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം. അത് ഞാനാണെങ്കിൽ ഇതേപോലെ ചരിച്ചാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ കാണാനൊരു ഭംഗിയാണല്ലോ. അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങളെ ഇഷ്ടമുള്ള രീതിയിൽ പിന്നെ മുറിച്ചെടുക്കാം. സ്ക്വയർ പീസസ് ആയിട്ടോ അല്ലെങ്കിൽ പിന്നെ കുറച്ച് റെക്റ്റാങ്കിൾ ടൈപ്പിൽ എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി നമ്മൾ വറുത്ത് വെച്ച കൂട്ടില്ല, അത് നല്ലോണം വടുകൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, മിക്സിയുടെ ജാറിലിട്ടിട്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ആ ചുറ്റുപാടും ഉള്ളതൊക്കെ നല്ലോണം ചേർത്ത് വടിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം, മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി, ഞാൻ കുക്കറിനകത്തിരുന്ന വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിപ്പോൾ എന്തോ മടവെള്ളം ആയിപ്പോയില്ലോ, ഇത് എപ്പോഴാണ് കുറുകി വരുന്നതെന്നൊക്കെ തോന്നും കേട്ടോ. ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. തീ ഇപ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 8-9 കശുവണ്ടിയും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം പെരിഞ്ജീരകവും കുറച്ച് തേങ്ങയും കൂടി നന്നായിട്ട് അരച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം.
എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കണേ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ കറി അങ്ങ് കുറുകി കിട്ടിക്കോളും. ഒരു ഭയങ്കര ഒരു മണമൊക്കെ ഉണ്ട് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും താളിച്ചിടണം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.